പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിയുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. തീർമാനമായി കേൾക്കുന്ന ഈ ദൈവവചന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുകയാണ്. കാരണം പ്രാർത്ഥനയോടെയാ ഓരോ മെസ്സേജുകളും ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ വീടടക്കം ആനന്ദിക്കുന്ന ഒരു അനുഭവം ദൈവം തരാനായിട്ട് പോകും. എൻ്റെ വീട് നരകമാണോ, ഭൂമിയിലും നരകമാണോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, തുടർന്നുള്ള ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിനകത്ത് ഭയങ്കരമായ ചേഞ്ച് കൊണ്ടുവരുവാനിടയായിത്തീരും. സ്തോത്രം. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഹല്ലേലൂയ. ഒരാളെ പോലും ദൈവം മാറ്റി നിർത്തുന്നില്ല. ആ വീട്ടിനകത്ത് ഭയങ്കര സന്തോഷം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി നിമിത്തം വീടിനകം മുഴുവനും ദൈവിക ആനന്ദം നിറയാനായിട്ട് പോകുകയാണ്, ദൈവിക സന്തോഷം നിറയാനായിട്ട് പോവുകയാണ്. 16-ാം അധ്യായം നമുക്കറിയാം, ദൈവം വിലക്കിയൊരു സന്ദർഭമുണ്ട്. ആമേൻ. ആത്മാവ് സമ്മതിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ട്. ആമേൻ. പൗലോസിന്റെ 1-ാമത്തെ മിഷനറി യാത്രയിൽ കടന്നുപോയി സ്ഥാപിച്ച സഭകൾ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാൻ അപ്പോസ്തലൻ അതിയായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പോകാതെ വണ്ണം പരിശുദ്ധാത്മാവിനെ വിലക്കുകയാണ്. ദൈവാത്മാവിനെ സമ്മതിക്കുന്നില്ല. ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവദാസന്മാർക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിലക്ക് വന്നു കഴിഞ്ഞാൽ ആമേൻ, അതിനകത്ത് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ജഡമായിരിക്കും ചലിക്കുന്നത്. ബിലയാമിനോട് ദൈവം എന്ത് പറഞ്ഞു? നോ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ അവൻ അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹം. അവരുകൊണ്ടൊന്ന് പണത്തിനകത്തേക്ക് അവൻ്റെ ഹൃദയം പോയതുകൊണ്ട് അവസാനം ദൈവം മനസ്സോടെ യെസ് പറഞ്ഞു വിട്ടു. അവസാനം അത് വലിയ വിപത്തുകളിലേക്ക്, ഏറ്റവും ഒടുവിൽ വാളുകൊണ്ട് കൊല്ലപ്പെടുന്നൊരവസ്ഥയിലേക്ക് ബിലയാമെത്തപ്പെടാനിടയായി. ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ വാളുകൊണ്ട് കൊല്ലപ്പെടുന്നൊരു അനുഭവം ഉണ്ടായി. കഴുതയെ അവനെ 2 വട്ടം തിരുത്താൻ ശ്രമിച്ചപ്പോൾ പറയുന്ന പദമാണ് ആ വാളുകൊണ്ട് കൊല്ലപ്പെടാൻ കാരണമായി തീർന്നത്. എൻ്റെ കയ്യിലൊരു വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ 2 തുണ്ടമാക്കിയേനെ. അല്ലേ? കണ്ടോ? ഏറ്റവും ഒടുവിൽ ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കാൻ ആഗ്രഹിച്ചവൻ വാളുകൊണ്ട് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. മടങ്ങി വരട്ടെ. ആമേ. ദൈവാത്മ വിലക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും അതിനെ ആമേൻ പെർഫെക്റ്റ് ഇല്ല എന്നെങ്കിൽ അതിനെ ആമേൻ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നിൽക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. നോക്കിയേ, ഇവിടെ ആമേൻ ആ ദേശത്തെ ശക്തികൾ ഇളകുന്നത് കാണുവാൻ കഴിയും. ദേശത്തെ ശക്തികൾ ആമേൻ ഒരു വെളിച്ചപ്പാടിൻ്റെ ആ ഒരു അനുഭവമാണ്. ആമേൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ പിന്നിച്ചലിച്ച ദുരാത്മാവിനെ പൗലോസിന് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. യെസ്, എല്ലാ ആത്മാവും ദൈവാത്മാവല്ല കേട്ടോ. ഈ നാളുകളിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ട പ്രധാനപ്പെട്ട ആത്മീക വരങ്ങളിൽ, കൃപാവരങ്ങളിൽ ഒന്ന് ആത്മാക്കളുടെ വിവേചനമാണ്. നെഹമ്യാവ് തൻ്റെ മതിലിൻ്റെ പണി ഏകദേശം പൂർത്തീകരണത്തോടടുത്ത സമയത്ത് ഏറ്റവും ലാസ്റ്റ് ശത്രുവിൻ്റെ ഒരു പ്രയോഗം വന്നവണ്ണം ശെമയ്യാവിൻ്റെ വീട്ടിൽ അവൻ കടന്നു ചെല്ലുമ്പോൾ അവനോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, രാത്രി നിന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ആലയത്തിനകത്ത് പോയി ഒളിച്ചിരിക്കുക. കേട്ടോ? യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ ചലിച്ചത് ദൈവാത്മാവല്ല എന്ന് തിരിച്ചറിയാൻ നെഹമ്യാവിന് കഴിഞ്ഞു. കൂടെയുള്ളവനിൽ നിന്ന് വന്ന വിഷയം, കൂടെയുള്ളവനിൽ നിന്ന് വന്ന പ്രയാസം, അത് വളരെ ബുദ്ധിമുട്ടായിട്ട് അവൻ മാറിയെങ്കിലും അതിനകത്ത് അകപ്പെട്ടു പോകുവാൻ നെഹമ്യാവിന് ദൈവം അനുവദിച്ചില്ല. ഈ നാളുകളിൽ നമ്മുടെ നേരെ വരുന്ന വാക്കുകൾ, ആമേൻ, ഇന്നലകളിലൊക്കെ അങ്ങനെ വന്ന ചില തീരുമാനങ്ങൾ ആമേൻ എടുത്തവർ നിമിത്തം ഉണ്ടായ കോൺസിക്വൻസ് അനുഭവിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, റോങ് ആയിട്ടുള്ള ദൈവാലോചനകൾ പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യും? വിപത്തുകളിൽ ചാടിക്കുവാനായിട്ടിടയായിത്തീരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അമ്മ പലരും പറയും, പാസ്റ്റർ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു, എൻ്റെ പരിഹാരം പറഞ്ഞതാ. അതിന് പരിഹാരമായിട്ട് വേറൊന്നുമല്ല, ഒറിജിനൽ ഉള്ളിടത്ത് എന്തോ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റും ഉള്ളൂ. ആമേൻ. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ പുറകെ പോകാതെ ഒറിജിനലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. നമ്മൾ ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ പോകുവാണെങ്കിൽ, ശ്രദ്ധിക്കുക, നമ്മൾ ദൈവമായിട്ട് നല്ലൊരു ആത്മീക ബന്ധത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ദൈവശബ്ദം നമ്മളോട് ദൈവം സംസാരിക്കും. ജസ്റ്റ് പ്രാർത്ഥിക്കാൻ മാത്രം നിങ്ങൾ ഇരിക്കാതെ ആ പ്രാർത്ഥന കഴിഞ്ഞ് അല്പസമയം ദൈവശബ്ദം കേൾക്കാനായിട്ടും കൂടെ നമ്മൾ കാതോർക്കാനിടയായിത്തീരണം. ദൈവശബ്ദം കേൾക്കാനായിട്ടും കൂടെ ഒന്ന്
ആമേൻ തയ്യാറാകണം കേട്ടോ. അങ്ങനെ തയ്യാറായാൽ ആദ്യമൊന്നും ചിലപ്പോൾ ഇടവിട്ടില്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾ, അടുത്ത ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കാൻ കഴിയും. അങ്ങനെ കേട്ടു തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് അങ്ങനെയുള്ളൊരു അനുഭവം. അങ്ങനെ നമ്മൾ ദൈവശബ്ദം നിരന്തരം കേൾക്കുന്നവരാണെങ്കിൽ എപ്പോഴും കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. നിരന്തരം ദൈവശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ. ആമേൻ. വിലക്കിയത് പൗലോസിന് മനസ്സിലായി. ഹല്ലേലൂയ. സമ്മതിക്കാതിരുന്ന പൗലോസിന് മനസ്സിലായി. പിന്നെന്താണ് കർത്താവേ, വീണ്ടും അവന് ഈ ശബ്ദം കേൾക്കുവാണ്. മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കാം എന്ന് പറയുന്ന ആ ഒരു അനുഭവം. ആമേൻ. എന്താ സംഭവിച്ചത്? ആമേൻ. ഫിലിപ്പിയിലേക്ക് അവനെ അയക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഒട്ടും അവന് വൈകിയില്ല. കാരണം ദൈവശബ്ദമാ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതേ പ്രിയ ദൈവമക്കളെ, ദൈവശബ്ദം നമ്മളെ ബലപ്പെടുത്തി റൈറ്റ് വേയിൽ കൊണ്ടുപോകും. ഈ അടുത്ത വാക്യം എനിക്ക് പറയാൻ പറ്റിയില്ല. നാളെ നമ്മൾ വീണ്ടും ഇത് ചിന്തിക്കും. കർത്താവിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് വലിയ സന്തോഷം നിറയാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും ഈ മെസ്സേജിൻ്റെ അടുത്തൊരു ഭാഗം നാളെ നമുക്ക് ചിന്തിക്കാം. ആമേൻ. ഹല്ലേലൂയ. വീടടക്കം ആനന്ദിക്കുന്നൊരു ദൈവപ്രവൃത്തി കർത്താവ് നൽകി തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം ഇതിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആത്മാവ് വിലക്കുന്നതിനെ മനസ്സിലാക്കാൻ കൃപ കൊടുക്കണമേ. ഇന്നലകളിൽ ഏതെങ്കിലും ദൈവാലോചന എന്നുള്ള പേരിൽ കേട്ട് ആപത്തിനകത്ത് കുഴിക്കകത്തകപ്പെട്ടവരാരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം ആ കുഴിക്കാത്തവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവശബ്ദം വ്യക്തിപരമായി കേൾക്കുന്ന, ദൈവത്തിന് കേൾക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.